രാത്രിയിലുള്ള ക്ലീനിങ്ങും പിറ്റേ ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇപ്പോൾ രാവിലെ അധികം സമയം കിട്ടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറ്റുന്ന സമയങ്ങളിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷം ചായകുടിയും കാര്യങ്ങളും, പിന്നെ എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. തുണികൾ കുറേ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെയിലത്ത് ഉണങ്ങി കിട്ടുന്ന ആ ഒരു എന്താ പറയുക, അത്രയും ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടായതിൻ്റെ ശേഷം അതൊക്കെ എടുത്തേക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടോ. അപ്പോൾ ഞാനത് അരക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8:30 ആകുമ്പോഴാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും അത് നല്ലപോലെ അരച്ചൊക്കെ വെച്ചു. കുറച്ച് ചോറും കൂടി കൂട്ടി വെക്കാണ്ടോ. അപ്പോൾ തണുപ്പായതുകൊണ്ട് പൊങ്ങി കിട്ടുമെന്ന് സംശയമാണ്. പിന്നെ ഞാനങ്ങനെ നമ്മൾ ഈസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ദോശയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ അങ്ങനെ പൊങ്ങി വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വരും. പിന്നെ അങ്ങനെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുത്താലും നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ പിന്നെ ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് അത് എടുത്തു വെക്കാം കേട്ടോ. പിന്നെ അതാ കുടിക്കാനുള്ള വെള്ളം. ഇപ്പോൾ അസുഖങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ, മഴ അതിനെ കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ തിളപ്പിച്ചാറിയ വെള്ളമൊന്നും അങ്ങനെ കുടിക്കില്ല. അപ്പോൾ ഫുള്ളായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉണ്ട്. അപ്പോൾ വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് അത് തിളച്ചെടുത്ത് വെച്ചു. പിന്നെ ഇന്ന് വൈകുന്നേരം രാവിലെ ഉണ്ടാക്കിയ കറികളൊന്നും ബാക്കിയില്ല കേട്ടോ. ഇപ്പം ഉമ്മ കുറച്ച് ചക്ക കൂട്ടാനും പിന്നെ നമ്മളെ ബീഫിൻ്റെ കുറച്ച് കറി തന്നു. അപ്പം എന്നാൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്കിവിടെ കുറേ പണികൾ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തു. പിന്നെ ഞാൻ ബോട്ടിൽസൊക്കെ ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ചാണ് നിറച്ച് വെക്കൽ കേട്ടോ. അപ്പോൾ ഇന്ന് 2 ബോട്ടിൽ പഞ്ചസാരൻ്റെ പച്ചരിൻ്റെ കഴിഞ്ഞപ്പോൾ അതും കൂടെ നിറച്ച് വെച്ചു. പിന്നെ കുറേ പച്ചക്കറികളാണ് ഇന്നവിടെ കാത്തു വെക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ബോക്സിലൊക്കെ ആക്കി വെച്ചാൽ ഈ കട്ടിങ്ങിൻ്റെ ആ ഒരു ടൈം നമുക്ക് നല്ലോണം സേവ് ചെയ്യാം കേട്ടോ. ഇത് രാവിലെ സ്കൂളിൽ പോണ ആ ഒരു സമയത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കട്ട് ചെയ്ത് വരുമ്പോഴേക്കിന് നേരെ നല്ലോണം വേഗം നമ്മളൊരു കുറേ സമയം 1 മണിക്കൂറോളം അതിന് തന്നെ പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള പച്ചക്കറികൾ ഓരോ ബോക്സിൽ, അതായത് സാമ്പാറിന് വേറെ, ഉപ്പേരിക്ക് വേറെ, പിന്നെ നമ്മൾ അവിയലോ അങ്ങനെ എന്താണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. നല്ലോണം കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടിയിട്ട് ഇട്ട് വെച്ച് കേട്ടോ. എൻ്റെ സിങ്കിൻ്റെ ഉള്ളിൽ അങ്ങനെ വെള്ളം നിറച്ചിട്ട് മൂടി വെക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഈസിയാണ്. നമുക്ക് വേറെ പാത്രമൊന്നും എടുക്കേണ്ട. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ വെണ്ടയ്ക്ക അല്ലാത്തതൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പയറ് ചെറുതാക്കിയിട്ട് നമ്മൾ അവിയലിനുള്ളതും അതേപോലെ ഉപ്പേരിക്കുള്ളതും വേറെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുരിങ്ങാക്കായൊക്കെ നല്ല ഫ്രഷ് മുരിങ്ങാക്കായാണോ. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചാലും ചിലപ്പോൾ ചീഞ്ഞ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നല്ലോണം അതിൻ്റെ തൊലിയും കാര്യമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഒരു അടപ്പുള്ള നല്ല ടൈറ്റായിട്ട് കിടക്കുന്ന ഒരു അടപ്പുള്ള ബോക്സിലാക്കി വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് ചീത്തയായിട്ട് പോകില്ല കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം എല്ലാ സ്ത്രീകളും എന്തെങ്കിലും ഒരു ജോലി എന്നുള്ള ആ ഒരു ചിന്തയ്ക്ക് മാറിയിട്ടുണ്ടല്ലേ. പലരെയും നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ അറിയുന്നവരൊക്കെ ആണെങ്കിലും അവരൊക്കെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ പറയും ഏതെങ്കിലും ഒരു ജോലി എന്ന് പറയില്ലേ. അപ്പം സ്ത്രീകളൊക്കെ ആ ഒരു രീതിക്ക് മാറി ചിന്തിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിലൊരു റീല് കണ്ടിരുന്നു. പണ്ടൊക്കെ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയേനു എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലി കിട്ടിയപ്പോൾ വീട്ടിലത്തെ ജോലി എടുക്കണം, നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയ ജോലി അതും ചെയ്യണം എന്ന് പറഞ്ഞിട്ടോ. അതാണ് ഇപ്പോൾ അവസ്ഥ. ഒരു റെസ്റ്റും ഇല്ല കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കുള്ള പിന്നെ ഞാൻ കിടക്കുമ്പോൾ കുറേ സമയമാവും കേട്ടോ. ഏകദേശം ഒരു 12 മണിയൊക്കെ ആവും. വീട്ടിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും അടുക്കലും പെറുക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുക. എന്നാലേ രാവിലെ കുറച്ചൊരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ മോന് നേരത്തെ മദ്രസക്ക് പോകണോണ്ട് തന്നെ ഓനുള്ള ചായ ഞാൻ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഓന് ഒറ്റയ്ക്ക് എണീറ്റ് പോകും കേട്ടോ. ഓൻ്റെ കാര്യങ്ങളൊക്കെ ഓൻ തന്നെ നോക്കും. അത് മാത്രമാണ് എനിക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് കേട്ടോ. സച്ചുവിൻ്റെ താഴെയുള്ളത്. അപ്പോൾ അതാ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കട്ടിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിനുള്ളതും അതേപോലെ ഉപ്പേരിക്കുള്ളതും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നുള്ളത് കിച്ചൺ ക്ലീനിങ് ആണ്. ഞാൻ എപ്പോഴും ഈ ഒരു വൈപ്പർ ഉപയോഗിക്കാൻ മറക്കും കേട്ടോ. കാരണം ഞാൻ ആ തുണി വെച്ചിട്ടാണ് ഞാൻ തുടക്കൽ. മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലോത്ത് ഉണ്ട്, ടർക്കിയില്ലേ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാൻ ഈ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. എൻ്റെ അടുക്കള ഉണങ്ങി കിട്ടാൻ
കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ഏത് സമയത്ത് തുടച്ചാലും കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് കുറേ ഫ്രീ ആയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ടെൻഷനില്ലാതെ സ്കൂളിൽ പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ രാത്രി ഇത്രയൊക്കെ ചെയ്ത് വെച്ചു. കുറേ സമയം എടുത്തിട്ടാണ് ഞാനതൊക്കെ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊരു കുറഞ്ഞൊരു വീഡിയോ ആണെങ്കിലും നമ്മൾ ക്യാമറ അവിടെ വെച്ച് ഇവിടെ വെച്ച് ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എല്ലാം പാടെ ചെയ്ത് തീർത്ത് വരുമ്പോഴത്തേന് കുറേ സമയമാവും. വീഡിയോൻ്റെ റീച്ചും കമൻറ്റും ആയിട്ട് ഒരുപാട് അടുത്ത ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സ് തോന്നുന്ന എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരാം. കുറേ എന്താ പറയുക പരിമിതികളുണ്ട്, എന്നാലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.